ഓക്കെ, ഗ്രൂപ്പ് ബീൻ്റെ മാച്ചാണ് സ്റ്റാർട്ടായിട്ടുണ്ട്. ഡേ 2 ഗ്രൂപ്പ് ബി. 44 ആൾക്കാരാണ് അതിൽ കളിക്കുന്നത്. ഓ ആരത്? എന്താണ് ഇത്? ലൈവിട്ടില്ലേ? വൈ ഓ ഇപ്പോഴൊന്നുമില്ലേ? ഗ്രൂപ്പ് ബിയിലോട്ട് സ്റ്റാർട്ട് ചെയ്യാന്നില്ലേ? അത്യാവശ്യം ആൾക്കാരുണ്ട് കഴിഞ്ഞ കളിനെക്കാട്ടി. കഴിഞ്ഞ കളിയിൽ 9 ടീമേ കളിച്ചിട്ടുള്ളൂ. ഓക്കെ, ഇതിൽ ഇപ്പം എല്ലാവരും ഇറങ്ങിയിട്ടില്ല. ഇനി ഇറങ്ങാണ്ട് എല്ലാവരും പോട്ടെ. സിറ്റിയുടെ മുകളിലോട്ട് തന്നെയാണ് ഈ കളിയിൽ എല്ലാവരും പോകുന്നത്. ഓക്കെ ഫൈൻ. കസിനോ പരിസരത്തോട്ടാണല്ലോ. 1 2 3 4 5 6 7 ടീം അങ്ങോട്ടാണ് പോണത്. മൊത്തം 14 ടീം കളിക്കുന്നത്. പകുതി ആൾക്കാർ അങ്ങോട്ടാണ് പോകുന്നത്. യൂസി അവിടെ സേഫായി. യൂസിയുടെ അടുത്ത് സേഫ് VGS ഉണ്ട്, ഷെബാഗോസും ഉണ്ട്. പണിയായിരിക്കും അവിടെ. സ്പ്ലിറ്റ് ആവുന്നുണ്ട്. എല്ലാവരും ആക്ച്വലി സ്പ്ലിറ്റ് ആവുന്നുണ്ട്. ഇത് ആകാശത്ത് നിന്ന് കടന്നുകൊണ്ടാണ് ഇത്ര അടുത്തുനിന്ന്. അവർ ഇറങ്ങുമ്പോൾ വേറെ വഴിക്ക് പോകും. താഴത്തോട്ട് തന്നെ വരുന്നുണ്ട് ഇവിടെ. PhD ചേട്ടൻ പൂച്ച, അനിയൻ പൂച്ച, കണ്ടം പൂച്ച, തന്തപ്പൂച്ച. സൂപ്പർ. എന്തൊക്കെ പൂച്ചേ? ഒയ്യോ, പവർ പ്ലാനിലോട്ട് 3 ടീം പോണേ. TGY ഇറങ്ങി ഫസ്റ്റ് തന്നെ ഇറങ്ങി വണ്ടി എടുത്തു ഇവിടുന്ന്. ബാക്കിയുള്ളൊരു പാരഷൂട്ടിൽ വരുന്നുണ്ട്. ഇതൊക്കെ ഒരു ടീമാണോ? TGY, KTD. ഫസ്റ്റ് പിക്ക് എവിടെ വീഴുന്ന? സിറ്റിയുടെ മുകളിലോട്ട് ആരും പോയിട്ടില്ല. NT 67ഉം കണ്ടു കുട്ടി. പക്ഷെ ഒരു ഗണ്ണില്ല അവൻ അടിക്കാൻ. പൂച്ച ടീം. പുള്ളിക്കെന്താ ഇവർക്കൊക്കെ പാരഷൂട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഹെൽത്ത് പറയുന്നതാന്ന് തോന്നുന്നുണ്ട്. അയ്യോ, CSK KTD അടി. അതെവിടെ അടിച്ചത്? പുള്ളി ഒറ്റക്ക് കണ്ടു പോയി ചെന്ന് കറി കൊടുത്തവണ്. ഞാൻ ഒറ്റക്ക് എന്താ കറിച്ച് കൊടുത്തതാ? ഫസ്റ്റ് ആൾ ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ ഓക്കോറോ അഗെയിൻ താങ്ക് യു ഫോർ ദ കിക്ക് പോയിന്റ്സ്. ഏതാ കള്ളി മോജി? ക്യാഷ് ഉണ്ടായി കാണാമല്ലോ കിക്ക് പോയിന്റ്സിൽ. അവിടെ അടുത്ത ടീം അടിയാവും. ഇടിച്ചു കൊല്ലുന്ന അവിടെ DD fast.txനെ. TGY പുള്ളി AFK ആണോ? എടാ ഇറങ്ങിപ്പോയി ഇടി. പുള്ളി AFK എന്തോ കത്തി നിൽക്കുന്നതാണ്. ഒക്കൂറോ അഗെയിൻ താങ്ക് യു ഫോർ ദ 100 പോയിന്റ്സ്. കുറേ സീനാണല്ലോ. വിഷമണ്ണാണല്ലോ. പുള്ളി ഡൗൺ ആയി കേട്ടാ. അടുത്ത ആൾ ഡൗൺ ആയിട്ടുണ്ട് അവിടെ. .exe ഫസ്റ്റ്.exe AFK കണ്ടാണ്. അടുത്ത് വേറെ ഉണ്ടെന്നല്ലോ. ബാക്കിലുണ്ട്. അത് നോക്കാണ്. ഫസ്റ്റ് സോൺ ഇതുവരെ വന്നിട്ടില്ല. പക്ഷെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യും. 15 സെക്കൻഡ് കൊണ്ട് ഇത് സ്റ്റാർട്ട് ചെയ്യും. ഫസ്റ്റ് സോൺ പുള്ളിനെ ഫിനിഷ് ആക്കാൻ പോകുന്ന ഗണ്ണ് എടുത്തിട്ട് പോയെന്ന് തോന്നുന്നുണ്ട്. എത്തി ഇന്നവിടെ. ഓക്കെ, കൊന്ന്.
ഓക്കെ ഫസ്റ്റ് സോൺ വന്നിട്ടുണ്ട്. ഫസ്റ്റ് സോൺ എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഫ്യൂ സെക്കൻഡ്സ്. എന്താ ടീ വാട്ട് ഹാപ്പൻഡ്? ജിജി ജിജി കളി കിട്ടില്ല. ഓ ഹൊക്കുറ കൊണ്ടുപോയി. അശാനെ വെട്ടിച്ച്. അശാൻ്റെ 212 വെട്ടിച്ച് 250 ലൈഫ് ടൈം. വെയിറ്റ് ഫ്യൂ സെക്കൻഡ്സ്. എന്ത് പറ്റിയത്? ഇത് മനസ്സിലായില്ല. അടിയാവൂല്ലേ ഇപ്പോൾ അവിടെ? അവിടെ 2 ടീം അടുത്തടുത്തുണ്ട്. എക്സ് ടിയും ഇപ്പുറ സൈഡിൽ യു സി ഉണ്ട്. ചെക്ക് നൗ. ലൂട്ടില്ല അതിൻ്റെ വല്ലതാണോ? ഓ ഐ തിങ്ക് ഇവിടെ ഒറ്റടിയാവും പോയിട്ട് 1 HP. പിന്നാലെ പോകുന്നുണ്ട് ചേട്ടാ. ഒരു ഡി കൂടി കിട്ടി പുള്ളി ഡൗൺ ആവും. ഒരു ടീമേറ്റ് വന്ന് നോ ലൂട്ട് സ്റ്റിൽ. എനിക്ക് തോന്നുന്നതിൽ ലൂട്ടില്ലാന്ന് തോന്നണ്. ഇവിടെ മാത്രമാണ് ഇനി ലൂട്ടില്ലാത്തത്. പവർ പ്ലാന്റിൽ പോയാൽ അറിയാം. അല്ല ലൂട്ടുണ്ടല്ലോ. ആ സ്ഥലത്ത് മാത്രം ലൂട്ടില്ലാത്തോണ്ട് ഇവിടൊക്കെ ലൂട്ടുന്നുണ്ടല്ലോ. അവർ നിൽക്കുന്ന സ്ഥലത്തില്ലാത്ത ലൂട്ട്. ഇവിടെ കെ ടിയുടെ അടുത്ത് ആരും ഉണ്ട്. PhD പൂച്ച ടീം. അതെന്ത് ചെയ്സാ? MBXും DDയും. അടുത്ത ഗ്രൂപ്പ് സീൻ്റെ മാച്ചിലാണ് ഇനിയും. ഇന്നലത്തെ സെയിം ടീമാണോ? അതല്ലല്ലോ. മാസം TG ഒക്കെ ഗ്രൂപ്പ് സി തന്നെ ഇപ്രാവശ്യവും കിടക്കുന്നത്. അവർ വിട്ട് DD അവിടുന്ന് പോയി. പൂച്ച ടീമിന് മിക്കവാറും അടിയാവും തോന്നുന്നുണ്ട്. പൂച്ച ടീം വരും തമ്മിൽ മറ്റേ മെല്ലെ കയറി വരുന്നുണ്ട്. ഐ തിങ്ക് അവർക്ക് അറിയില്ലെന്ന് തോന്നണം ഇവിടെ ഉള്ളത് ആൾക്കാർ. കെറ്റിട്ട് 4 പേരുണ്ട്. പൂച്ച ടീമുണ്ട് 4 ആൾക്കാർ. ഓ ഇടിക്കാനൊക്കെ പറ്റും. ഇടിക്കണ്ട. എന്താണ് ഓക്സോറോ അങ്ങനെയൊക്കെ ഇരുന്നാൽ മതിയാ? സബ്സ്ക്രിപ്ഷനൊക്കെ എടുക്കണ്ടേ? ഏത് ഈസ് എനിവൺ ഗോട്ട് ലൂട്ട് ഉണ്ടല്ലോ. അവർക്കൊക്കെ ലൂട്ടുണ്ടല്ലോ. യെസ് കണ്ട, അവർക്ക് മാത്രം കിട്ടാത്തുള്ളൂ. CM ഏത് പൊസിഷനിലാണ് നിൽക്കുന്നത്? ഈ വഴിക്കൊന്നും ലൂട്ടില്ലേ? ഇവിടെ ഉണ്ടോ മിലിറ്ററീസിൻ്റെ അകത്ത്? ഈ സൈഡിൽ എവിടെയും ലൂട്ടില്ല. ഓക്കെ ഒനി വേഗോസ് അടിയായി.
ഓക്കെ ഒനി വേഗോസോട് അടിയിട്ടുണ്ട്. വേഗോസിൽ 3 പേരെ കണ്ട് ഡൗൺ ആയി തോന്നുന്നു. ഒനിയിൽ ഒരാൾ ഡൗൺ ആയി, വേഗോസിൽ ഒരാൾ ഡൗൺ ആയിട്ടുള്ളൂ. വേഗോസ് വൈപ്പായോ? വേഗോസ് 2 പേരുണ്ടായിരുന്നുള്ളൂ. ഫസ്റ്റ് ടീം വൈപ്പായിട്ടുണ്ട്. അപ്പോൾ വേഗോസ് ആണത്. 2 പേര് ഒനീത്ത് 4 ആൾക്കാർ മുമ്പിൽ ചെന്ന് പെട്ടത്. പക്ഷെ ഒനീത്ത് ഒരാൾ നോക്കാക്കിയവർ. ഇപ്പം കില്ല് നോക്കുകയാണെങ്കിൽ CSKക്ക് 1 കില്ല്, TGYക്ക് 1 കില്ല്, ഒനിക്ക് 2 കില്ല്. 4 ആൾക്കാരാണ് ടോട്ടൽ ഡൗൺ ആയിട്ടുള്ളത്. വേറെ കറൻ്റ് ആരും കാണുന്നില്ല. ഇവിടെ KTDയും CSKയും ഇല്ല, അടിയാവില്ല. ഒരാ സൈഡിൽ കൂടെ അങ്ങ് പോവാ. വേറെ കറൻ്റ് ഇപ്പം അടുത്തൊന്നും ആരുമില്ല. ഈ 2 ടീമേ കാണുന്നുള്ളൂ. സ്ഥലം ഫുള്ളി ഇതാണ്. ഇടിച്ചു പൊടിച്ചു പോകണമെന്നാണ് അതിൽ കൂടെ. ഇനി ബാക്കിയുള്ളത് 14, 3, 6, 9, 10, 11, 12, 13 ടീമാണ് ബാക്കിയുള്ളത്. ഒരു ടീം വൈപ്പായി. 42 ആൾക്കാരെ ലൈവ്. ഈസ് എവരി വൺ ഗോട്ട് ലൂട്ട്? യെസ്, ലൂട്ട് ലുക്ക് പ്ലീസ്. സീമിന് മാത്രമുള്ള ലൂട്ട് കിട്ടാത്ത ആക്ച്വലി. അവർ പക്ഷേ അവർ ഇറങ്ങിയ ലൊക്കേഷൻ്റെ ആണ് എന്താണെന്ന് അറിഞ്ഞൂടാ. ഇപ്പോൾ കിട്ടിയവർക്ക് ലൂട്ട് CM ഇപ്പോൾ ലൂട്ട് കിട്ടിയവർക്ക് ലൊക്കേഷനിലെ ഇഷ്യൂ വരുന്നു. ഓ അല്ല ചേട്ടാ, ഇവർക്ക് ലോഡാകത്തെന്തോ ആയിരുന്നു തോന്നുന്നുണ്ട്. ഇവിടെ ഇല്ലാത്തതായിരുന്നു തോന്നണം. ഇപ്പം ലൂട്ട് വന്ന അവിടെയൊക്കെ എന്തോ ഫിക്സ് ആക്കിയത്. ഞാൻ നേരത്തെ വഴിക്ക് പോയപ്പോൾ ലൂട്ടൊന്നും കണ്ടില്ല. ഒരു ടീം ടോപ്പിൽ DD, അതിൻ്റെ ഇടയിലായിട്ട് MBX, UC, TGY, KTD, CSK. 67 3 ടീമിന് റെഡ് കളർ ഉണ്ടല്ലേ. നീലയിൽ ഒനിയും PhD ഉണ്ട്. ഇത് ESB, പച്ച കളർ RVX, പവർ പ്ലാന്റിൻ്റെ അകത്ത് TGY. അടുത്തടുത്ത് ആരുമില്ല ഫൈറ്റ് അടക്കാൻ ചാൻസ്. ഇപ്പോൾ മൊത്തം CSK ആണ്. TD ഇങ്ങോട്ടാണോ വരുന്നതെന്നൊരു ഡൗട്ട്. അതെ, അതിൻ്റെ അകത്താണ് വരുന്നത് MBX. ഇതിലും ഡിലേ ആണ്. ഞാൻ വെച്ചാൽ അത്യാവശ്യം ടീമുള്ളതുകൊണ്ട് അടിയാവുന്നു. പക്ഷെ ഒരു ടീം ഇതിൽ അടിച്ചു കളിക്കുന്നില്ല എന്ന് തോന്നുന്നു. എല്ലാവരും പോസ്റ്റിന് ഹോൾഡ് ഇരിക്കുക. NTയുടെ അടുത്തോട്ട് 67 വരുന്നുണ്ട്. NTയിൽ 4 പ്ലേയേഴ്സ് ഉണ്ട്, 67ൽ 3 ആൾക്കാർ. അവിടുന്ന് CM വരുന്നുണ്ട്. ഇവർ കണ്ടുമുട്ടോ?
ഓക്കെ കണ്ടുകൊണ്ടി ഒനിയും സി എമ്മും. സി എം ഇറങ്ങി അടിക്കുന്നുണ്ട്. ഒനിത്ത് 3 ആൾക്കാർ ഒറ്റ ഉണ്ടില്ല. അല്ല ഒനിയല്ലേ സി എം. ഓക്കെ സി എം ഇറങ്ങി ഇടിച്ചിട്ട് കളിക്കുക. ഓക്കെ സി എം ഡബ്ല്യു ഡൗൺ. വണ്ടി ഇടിച്ചതിൽ ഡൗൺ ആയതാ. ബാക്കിലൂടെ പോകുന്നുണ്ട്. ഓ വണ്ടി എടുത്ത് കണ്ടില്ലേ. സിമിത്താണ് സപ്പോർട്ടിൻ്റെ ഒന്നി ഇറങ്ങി അടിച്ച് സി എം ഇറങ്ങി അടിക്കുന്നുണ്ട്. സി എമ്മിൻ്റെ പക്ഷേ ഓൾറെഡി ഒരാൾ ഡൗൺ ആയി. ഓ റാംബോ 1 HP. ഗോഡ് സ്പീഡ് അവിടെ ഡൗൺ ആയിട്ടുണ്ട്. സി എം ഒന്നിൽ റാംബോ ഡൗൺ ആയി. സി എം ലാസ്റ്റ് മേന. ഒനി 3 ആൾക്കാരുണ്ട്. ഓ അവൻ ഒരു പിക്ക് എടുത്ത്. പക്ഷെ 2 ആൾക്കാർ നോക്കാണ്. റബ്ബ് എടുക്കും. അങ്ങനെ സി എം വൈപ്പായിട്ടുണ്ട്. സെക്കൻഡ് ടീം വൈപ്പായി. സി എമ്മിന് കില്ലൊന്നും കിട്ടില്ല. ഇന്നലെ അത്യാവശ്യം കില്ലുണ്ടായിരുന്നു. 14 കില്ല് അങ്ങനെ എടുത്തായിരുന്നു സി എം. ഇന്ന് പിക്ക് എടുക്കാൻ പറ്റിയില്ല. പക്ഷെ ഒനിക്ക് 6 കില്ല ഇപ്പം തന്നെ. വേറെ ഇനി അടി നടക്കാൻ ചാൻസ് ഉള്ളത് 67ഉം ഇവർ NTയും അടുത്തടുത്തുണ്ട്. ഓക്കെ ഇവർക്ക് എല്ലാവർക്കും സോണി കയറണം. DDക്കും MBXനും PhDക്കും കയറണം. PhD സോണി കയറി. പെട്ടെന്നായിരുന്നു അടി. 2 ടീമും അങ്ങ് ഇറങ്ങി അടിച്ച്. പക്ഷേ ഒനീത്തൊരാൾ മാത്രമേ വണ്ടിയിൽ ഇടിച്ച് കളിച്ച്. കുറേ ആൾക്കാർ അടിച്ചിട്ട് കൊടുത്താൽ. XT RBX ഒരാളുള്ളൂ. RBX ഒറ്റ പ്ലെയറെ കളിക്കുന്നുള്ളൂ. പുള്ളി റീകോളിൻ്റെ പരിസരത്ത് നിന്ന് കളിക്കുക. ആ പുള്ളിയാണ് നേരത്തെ യൂസിലത്തെ ഒരാളെ പോയിട്ട് ഒരു ഇടി കൊടുത്തത്. യൂസി 2 ആൾക്കാർ. കറൻറ്റ് ഫൈറ്റ് ആവാൻ എവിടെയും ചാൻസ് കാണുന്നില്ല. 16 റീകോൾ സെഷനാണ് ടോട്ടൽ ഉള്ളത് ഈ മാപ്പിൻ്റെ അകത്ത്. ഓക്കെ 67ഉം NTയും തമ്മിൽ അടിയാവാൻ ചാൻസ് ഉണ്ട്. രണ്ടും ഒരേ കളറാണ്. അതിൻ്റെ ഇടയ്ക്കൊക്കെ ഒന്ന് പോയി കയറി കൊടുത്താൽ അറിയില്ല. രണ്ട് സൈഡിലായിട്ട് നിൽക്കുന്നുണ്ട്. അതേപോലെ TGYയും യൂസ്. ഓക്കെ MBXും DD അവിടെ കണ്ടുമുട്ടും മിക്കവാറും. ഞാൻ കണ്ടു മുട്ടി അടിയായി. രണ്ടാൾക്കാരും 2 അടിക്ക് പോയതാ. ഇവിടെ ഒരു വണ്ടി വന്നിട്ടുള്ളൂ. ഒരു വണ്ടി വെള്ളത്തിൻ്റെ അപ്പുറത്താ. ഓക്കെ ചീസ് നടന്നുകൊണ്ടിരിക്കുവാണ്. മിക്കവാറും എവിടെയും പെടുന്നു തോന്നുന്നു കണ്ടിട്ട്. ഇവിടെ ഒരു വണ്ടി ഉണ്ട്. അവർക്ക് കുഴപ്പമില്ല, റീകോൾ ചെയ്യാൻ പറ്റും. ഓക്കെ കുടുങ്ങി. ഒരാളുടെ ആർമർ പോയിട്ടുണ്ട്. പക്ഷേ MBX ഒറ്റ ഒരാളെ ഇറങ്ങി അടിക്കുന്നുള്ളൂ. ഇവിടെ ഒരു 1v1. ഓക്കെ അടിച്ചു. റോണോ 3v1 ആയിപ്പോയി ഇവിടെ. ഓക്കെ ആർമർ പോയി. വളഞ്ഞ് റിലോഡും എല്ലാം കൂട്ടി വന്ന്. അവിടെ കറക്റ്റ് റീകോളിൻ്റെ അവിടെ പോയിട്ടുണ്ട്.
ഇൻസ്റ്റൻറ്റ് റീക്കോളാ. പക്ഷെ അടുത്ത ടീം അവിടെ നിന്ന് വരുന്നുണ്ടല്ലോ. തൊട്ടടുത്ത് ഇവിടെ യൂസി ഉണ്ട്. യൂസി പക്ഷേ 2 പേരേ ഉള്ളൂ, അതുകൊണ്ട് അടിക്കാൻ നിൽക്കുമെന്ന് തോന്നില്ല. അതിൻ്റെ ബാക്കി കൂടി TGY വരുന്നുണ്ട്. പക്ഷെ ഒന്നും അറിഞ്ഞിട്ടില്ല, അതുവഴി വെറുതെ പോകുന്നതാ. ഓക്കെ, അടുത്ത സോണ് വന്ന് ഫേസ് 3. ഒരു സോണോട്ടിലെ സോണോട്ടിലെ പീച്ച്. ഇവരിവിടുന്ന് അനങ്ങിയിട്ടില്ല കേട്ടോ ഈ പൂച്ച ടീം. എല്ലാവരും കൂടി ഇങ്ങോട്ട് വരുന്നു. ഓ എനിക്ക് ഇവിടെ ഞാൻ പറഞ്ഞു ഈ ചോപ്പ് പണിയാക്കി ഒരേ കളറായിട്ട് മനസ്സിലായില്ല. 67th 2 പേരെ ഡൗൺ ആക്കി. അല്ല 2 പേരല്ല, ഒരാളെ ഡൗൺ ആക്കിയിട്ടുണ്ട്. ബാക്കിയുള്ള ആൾ 2 പേരേ ഉള്ളൂ. 67ൽ ഒരാൾ പോയി, പുള്ളി റീകോളിനാവും. ഓ പിന്നാലെ ഉണ്ടല്ലേ. ഇത് എനിക്ക് തന്നെ ആയിരുന്നോ? അല്ല, പുള്ളി അങ്ങ് പോയി. അതെങ്ങനെ റിവൈവ് എടുത്തോ? എനിക്കൊരു കില്ലുണ്ടല്ലോ, അതെങ്ങനെ വന്ന്? ഓക്കെ, 67നോട് ഇറങ്ങി റീകോൾ സെൻറ്ററിൽ. 67 3 പേരുണ്ടോ? 3 പേരുണ്ടോ? ഓക്കെ, പുള്ളിനിട്ടിട്ട് പോയി. ബ്രസീലിയല്ലോ റീകോൾ ചെയ്തെന്ന് തോന്നണം. പച്ചലൈറ്റൊക്കെ കത്തുന്നുണ്ട്. ആക്ച്വലി 67 ബ്ലൂ ഇവിടെ തീർന്നു. പക്ഷെ 67th മറ്റേ ബ്രസീലിയൻ യെല്ലോ പുള്ളി റീകോൾ ചെയ്യാനുള്ള പരിപാടിയാണ്, അതുകൊണ്ട് മാറി കളിച്ചെന്ന് തോന്നുന്നു. അവിടെ അടുത്ത ഒരു ടീമിന് ചേസിന് പോകുന്നുണ്ട്, അടിയാവും തോന്നുന്നു. ആ പുള്ളിനെ ഫിനിഷ് ആക്കിയതാ. ഒനി ഇവിടെ തന്നെ. CSKന് ചേസ് ചെയ്യുന്നുണ്ട്. CSK 4 പേരുണ്ട്, ഒനിയും 4 പേരുണ്ട്. ഇനി ഇറങ്ങി അടിക്കുമെന്നറിയില്ല. എനിക്ക് ഓൾറെഡി 6 കില്ലുണ്ട് ഇപ്പോൾ ടോട്ടൽ. ഓക്കെ, ഒന്നി ഇറങ്ങി അടിക്കുന്നുണ്ട്. എല്ലാ സൈഡിൽ നിന്ന് ഒരുമിച്ച് കയറുന്ന. ലേറ്റ് നൈറ്റ് എന്താ പരിപാടി? നോക്കട്ടെ പറയാം, എപ്പോഴാണ് കഴിയാൻ നോക്കട്ടെ. അയ്യോ, ബോംബേർ. ലോങ്ങിന്നാണ് അടിച്ചതല്ലേ, ഇവിടെ ആർമർ കളഞ്ഞു. എല്ലാ സൈഡിൽ നിന്നും കയറി വരുന്നുണ്ട്. 67 എലിമിനേറ്റ് ആയി. ഓ പുള്ളിനെ ഡൗൺ ആയി ചേട്ടാ. 67th ലാസ്റ്റ് മാൻ ഉണ്ടായിരുന്നത് ബ്രസീലിയല്ലോ. പിന്നെ ഉണ്ട് കേസ് പ്രശ്നം ഉറക്കാം ഡി. ആളുണ്ടെങ്കിൽ ഓൺലൈൻ കയറാം. ഓക്കെ, ഒന്നി ചുറ്റോറം വളഞ്ഞി 3 സൈഡിൽ പോസ്റ്റിന് എടുത്തിട്ടുണ്ട്. CSKയുടെ സെൻറ്ററിൽ പക്ഷേ കവറുണ്ട് അവർക്ക്. ഒരാൾ കയറി വരുന്നുണ്ട്. CSK വണ്ടി എടുത്ത് പോകുന്നു തോന്നുന്നു. ഈ റാംബോ ഓപ്ഷൻ ഈ ഫോർസ എല്ലാ ഓക്സറോ കയ്യിൽ എന്തെങ്കിലും കൈ നോക്കാമായിരുന്നു. എന്നാലും പക്ഷെ കത്തലാവും എനിക്ക്, അതുകൊണ്ട് പിന്നെ കൈ നോക്കാൻ പോകാത്ത. ആശാൻ്റെ കയ്യിലുണ്ട്, ആശാൻ്റെ അക്കൗണ്ട് ഉണ്ട്. ആശാനില്ലാത്തപ്പോൾ കയറണം. ഒനി പൊസിഷൻ മാറി, അവർ വണ്ടി എടുത്ത് പോകാന്ന് തോന്നുന്നു. ഓക്കെ, CSK അവിടെ നിന്ന് ലീവ് ചെയ്യുവാണ്. 4 പേര് വണ്ടിയുടെ അടുത്ത് പോയി. 2 വണ്ടി ചേസിൽ വന്ന്. അതുകൊണ്ട് CSK ഒരാളെങ്കിലും ഡൗൺ ആവാൻ ചാൻസ് ഉണ്ട്. പിന്നാലെ ചാടി ചേട്ടാ.
ഓക്കെ UC MBX അവിടെ അടിയായി. അയ്യോ, ഇത് പിന്നെ വരെ ചേസിലോട്ട് വണ്ടി ഇവിടെ ഇടിച്ച് നിൽക്കണ്ടേ. ഓക്കെ, ഇവിടെ UC നെവിനുണ്ട്, അവിടെ ഗ്രിമ്മുണ്ട്. ഒരുമാതിരി പൊസിഷനാണല്ലോ അത്. ഓക്കെ, ചാടി. ഓ, പിക്കെടുത്ത്. എടാ, ഓ കറക്റ്റ് ടൈമിൽ കവറിലോട്ട് പോയി. ഫിനിഷ് ആക്കിയിട്ട് പുള്ളി റീകോളിന് പോയി. അവിടുത്തെ ചേസ് വരെ തീർന്നില്ലേ? ഓക്കെ, CSK ഒന്നിയോടെ വൻ ചേസ്. വണ്ടി തീരുമാനമായിക്കണം തോന്നുന്ന ഏറെക്കുറെ CSKൻ്റെ. 4 വണ്ടിയാണ് പിന്നാലെ വരുന്നത്. അയ്യോ, ഓ അവർ കാർ എടുക്കാൻ പോയ മുകളിലോട്ട് കണ്ട്. ഓപ്പൺ ആണല്ലോ. നല്ല അടിക്കുന്നുണ്ട് അവിടുന്ന്. ആർമർ പോയി. വിക്കിത്തക്കിൻ്റെ പകുതി ആർമർ പോയി, പകുതി കൂടുതൽ ആർമർ പോയി. ഒന്നിയാരും വിടുന്നില്ല, പോകുന്നില്ല അവിടുന്ന് കേട്ടോ. എവിടെ എങ്ങനെ പോയാലും പിന്നാലെ വരുക. KTD ഇവിടെ MBXനെ ചേസ് ചെയ്യുന്നുണ്ട്. ഓ, MBX ലാസ്റ്റ് വൻ. പുള്ളി റീകോളിൽ വന്ന ഇങ്ങോട്ടാ. ഒരു സോൺ ഔട്ടിലല്ലേ? അല്ല, ഉണ്ടാക്കത്ത പുതിയ സോൺ വന്നിട്ടില്ല. ഫേസ് 5 ആണ് അടുത്തത്. ലോഡിങ് ആണത്. ഇവരാരെ ഫോളോ ചെയ്യുന്നത്? DDനെ എല്ലാ സ്ഥലത്തും ചേസ് നടന്നുകൊണ്ടിരിക്കുക. ESPയും ഇവിടെ 3 ടീം. അവരെ വിളിച്ചോണ്ട് ESPയുടെ അടുത്തോട്ടാ പോണേ DD. ആളാ കുരുങ്ങി, വണ്ടി കുടുങ്ങി. ഓക്കെ, DD ഓ DD സപ്പോർട്ടിന് വന്ന ആള്. 3v3 ആണ് ഇവിടെ. അവിടുന്ന് ഒരാൾ വരുന്നുണ്ട്. TGYൻ്റെ വണ്ടി പറഞ്ഞ്. പിന്നീട് വന്ന് കണ്ടിട്ടില്ല. ഓക്കെ, TGY നജൻ ഡൗൺ. DDയിൽ ഫാസ്റ്റർ നോക്കായിട്ടുണ്ട്. അവിടെ മോളി 1v2 ആണോ? 1v2 ആണ്. DD ഒരാൾ, TGY 2 പേര്. ആ വണ്ടി പൊട്ടുമല്ലോ. പുള്ളി അങ്ങനത്തെ സർവൈവ് ചെയ്തെടുക്കുക. ഓക്കെ, DD അങ്ങനെ എലിമിനേറ്റ് ആയിട്ടുണ്ട്. അടുത്ത ടീം ഇപ്പോൾ എലിമിനേറ്റ് ആയി. മൊത്തം ഫുൾ ചോപ്പ് കളർ അവിടെ. NT പിന്നെ വേറെ ഏത് ടീമായിരുന്നു? CSK.
യൂസി അയ്യോ സോൺ വരുന്നവർക്ക് എല്ലാവർക്കും പണിയല്ലോ. നിൽക്കണം, എല്ലാ ടീമിനും സോണിൽ കയറണം. യൂസി സോൺ ഔട്ടാണ്. ആ എല്ലാവരും അടി നിർത്തി പോകുന്നുണ്ട്. KTD സോൺ ഔട്ടാണ്. കയറിയല്ലാരോ. KTD സോണിൽ കയറി. XT അല്ല, പക്ഷെ ഇത് വേറെ എന്തോ പേരാണല്ലോ. ഒറ്റൊരാളേ ഉള്ളൂ ഈ ടീമിൽ. ആ RVX കളിക്കാറങ്ങിയ ഒരേ ഒരാളാണത്. സോൺ അത്യാവശ്യം ചെറുതായിട്ടുണ്ട്. സോണിൻ്റെ മുകളിലോട്ടുള്ള ഭാഗത്താണ് എല്ലാവരും ഉള്ളത്. താഴത്തെ ഒറ്റ ടീമേ ഉള്ളൂ. PhD ഫുൾ ഇതാണ്, അറ്റം പിടിച്ച് കളിക്കുക. പൂച്ച ടീം സേഫായിട്ട് കളിക്കുക. ഒനി NT ആയല്ലോ ഇപ്പോൾ. CSK എന്ത് ചെയ്യും? ഓ CSK ഉണ്ടോ അവിടെ? ESB വേഴ്സസ് CSK ആയി. തൊട്ടപ്പുറത്ത് ഒനിയുണ്ട്, അവിടെ NT ഉണ്ട്. CSK സാൻഡ്വിച്ച് ആവുമല്ലോ ഇവരോട് വണ്ടി കുത്തിച്ചു കഴിഞ്ഞാൽ. ഒനി ഓക്കെ, വണ്ടി എടുത്ത് പോവാണ്. KTD പിന്നാലെ പോകുന്ന എത്ര ടീമിനെ അടിക്കാൻ പോയെന്നറിയോ ഇവര്? ഓ അറിഞ്ഞിട്ടില്ല. അതാരും RVX അല്ലേ? പുള്ളി അവിടെ നിന്ന് ചൊറിയുന്നു ഒറ്റയ്ക്കുന്ന്. ഓക്കെ, KTD സപ്പോർട്ട് തന്ന്. ഓ MBX ഒരാളെ അടിച്ചല്ലോ. റീകോൾ ആയതാണ്. MBX വൈപ്പായി. ഓ ലാസ്റ്റ് മേലായിരുന്നു അത്. പുള്ളിക്ക് റീകോൾ ചെയ്യാൻ പറ്റിയിട്ടില്ല അവിടെ ഇതുവരെ. പുള്ളി ഡൗൺ ആയി. കറൻറ്റിൽ ഏറ്റവും കൂടുതൽ കില്ലുള്ളത് എനിക്ക് TGY അടിച്ചു. TGY വൈപ്പായോ? ഇല്ല. ഓനിയുടെ രണ്ട് സൈഡിലും ടീമാ. അവിടെ CSK ഉണ്ട്. ഇപ്പുറ സൈഡിൽ നോക്കുകയാണെങ്കിൽ ESBയോ ESB ഉണ്ട്. UC വേഴ്സസ് CSK ആയിട്ടുണ്ട് ഇപ്പോൾ അവിടെ. അതിൻ്റെ ഇടയ്ക്ക് ഒനിയുണ്ട്. ഈ ഒറ്റയ്ക്കുള്ള ആളെ ചേസാണ്. അയ്യോ വണ്ടി മറിഞ്ഞ്. മൂന്ന് ടീം. CSK മുകളിൽ കയറി. ഓ ഇനി CSK എന്താ അടിക്കാം? കൺഫ്യൂഷൻ ആയിരുന്നോണ്. യൂസിയും വന്ന്. KTDയും എല്ലാ ടീമും ഒരുമിച്ചായി. സോൺ അത്യാവശ്യം ചെറുതായിക്കണം അപ്പോൾ. ഓ അടുത്ത സോൺ വീണ്ടും ചെറുതായി. ഈ സോണിൽ 9 ടീം ബാക്കിയുണ്ട്. ഇനി എല്ലാം കൂടി ഒരുമിച്ച് അടിയാവും. കാണാൻ പറ്റുന്നില്ല.
ഇവിടെ വേറെ ടീം വണ്ടി എടുക്കുന്നല്ലോ. ആ TGYയും KTDയും. KTD അവിടെ നിന്ന് ലീവ് ചെയ്ത് സോണ് ഷ്രിങ്ക് ആവുന്നുണ്ട്. അവിടെ ഇവർ കയറോ ഇല്ലെന്ന് നോക്കണം. 2 ടീം സോൺ ഒട്ടിന്ന് വരുന്നുണ്ട്. യൂസിയും മറ്റേ CSK അല്ലേ? CSK 4 പേരുണ്ട്. കയറി ആർമർ ഫുള്ള് പോയെന്ന് തോന്നുന്നു. അടുത്തപ്പോ ഇനി വീണ്ടും ഇവരെന്താ കയറാത്ത? ഹലോ. ഓ ഹലോ. ഇപ്പൊ ലൈവ് ഉണ്ടോ എവിടെയും? ആ കിക്കിലുണ്ടോ? ആ ഉണ്ട്. എന്തെറ്റി? അല്ല കാണുന്നില്ല. അല്ല കിക്കിലുണ്ട്. വൈറ്റിലായിരുന്നു സ്വിച്ച് ചെയ്തതാ അങ്ങോട്ട്. ലൈവല്ലേ? എല്ലാവരും ഒരു ചാറ്റ് ഇട്ടേ നോക്കട്ടെ. 32 വാച്ചിക്കുണ്ട്. 32 ചാറ്റ് ഇട്ടേ. അയ്യോ നേരെ പോയി പുറത്തോട്ട് കയറ്റിയിടി. അത്യാവശ്യം പവർ ഉണ്ടാവും സോണിന്. പുള്ളി കുടുങ്ങി. ഓ ഹെൽത്ത് കുറയുന്നു, നല്ലോണം കുറയുന്നു. ഹെല്ലി താങ്ക് യു ഹൊക്കറ ഫോർ ദ 1 കിക്ക് പോയിന്റ്സ്. അതെന്താ റീകോളയുള്ള പോക്കാണ് 2 ടീം ഒരുമിച്ച് വരുന്നത്. ഇവരതിൻ്റെ ഇടയ്ക്ക് യൂണിഫോം ഇട്ടാ തന്നെ ഇരുന്നാ. തൊട്ടിപ്പുറത്ത് TGY വരുന്നുണ്ട്. TGY പക്ഷേ ഹീലൊക്കെ അടിക്കുന്നുണ്ട്. റീകോൾ ചെയ്യാൻ വേണ്ടി വരുന്നതെന്ന് തോന്നുന്നു. ഓക്കെ RVX എലിമിനേറ്റ് ആയി. ലാസ്റ്റ് ഒറ്റ ഒരാളുണ്ടായിരുന്നില്ലേ, അതെവിടെയോ അടിയായി. ഇവിടെ എപ്പോഴും അടിയാവും. എനിക്ക് RVX ഒറ്റ പ്ലെയർ ഉണ്ടായിരുന്നുള്ളൂ. പുള്ളിനെ എവിടെയോ ഫിനിഷാക്കി. KTD UC ESB ഒനിയും വന്ന്. ആരോ സോൺ ഔട്ടിൽ നിൽക്കുന്നത്. KTD ഒരാൾ സോൺ ഔട്ടിലാണ്. ഓ TGY ഗാരനെ അടിച്ചിട്ടുണ്ട് ഇവിടെ. പുള്ളി 1 HP കണ്ട സോണിൻ്റെ അകത്തോട്ട് കയറിയെന്നാണ്. എങ്ങനെയോ കയറിയതാ. പുള്ളിനെ അടിച്ചിട്ട് സൈലൻ്റ് അവിടെ 1 HP വരുന്നുണ്ട്. പക്ഷെ ഡൗൺ ആവും തോന്നുന്നുണ്ട്. CSK വന്നിട്ട് അവിടെ വണ്ടി കുത്തിച്ചു. എനിക്ക് 2 പേരെടുത്തു. ഇനി 2 ആളും കൂടെ. ഓക്കെ എനിക്ക് ലാസ്റ്റ് മാൻ. CSK ഡൗൺ ആയിട്ടില്ല. ഓക്കെ എനിക്ക് വൈപ്പായിട്ടുണ്ട് അവിടെ. ESB വേഴ്സസ് KTD. ESB താളെ തന്നെ അടിച്ചിട്ട് കൊടുത്ത്. UC വേഴ്സസ് KTD വേഴ്സസ് PHD വന്ന് പൂച്ചട്ടിയും. PHD വന്നിട്ട് UCത്തെ ഒരാളെ ഫിനിഷാക്കി. പക്ഷെ അവർക്ക് സോൺ വരുന്നുണ്ട്. സോൺ പണിയിട്ടുന്നതാണ് PHDക്ക്. വണ്ടി ഇല്ലെങ്കിൽ ഒരാൾക്ക് വണ്ടിയുണ്ട്. ഓക്കെ പുള്ളി നോക്കായി. അയ്യോ UC എലിമിനേറ്റ് ആയി. സോൺ ഔട്ടി വീണ്. പൊന്നിയുടെ അടുത്ത് വണ്ടി കുത്തിച്ച് PHD. വണ്ടി തോന്നുന്നുണ്ട്. ഇതേ പോയി നേരെ പുറത്തോട്ട് KTD. ഒരാൾ ഇടിച്ച് കളഞ്ഞു. ചേട്ടൻ പൂച്ച സോണൊട്ടി വീഴോ? ഇല്ല കയറി. എനിക്കിത് കൺജസ്റ്റഡ് ആയല്ലത്. എനിക്ക് KTD ഒരാൾ അടിച്ചിട്ടു. അടുത്ത ആളിട്ട് 1v1. ഓക്കെ അടിച്ചിട്ടു. KTD ലാസ്റ്റ് മാനാണ്. ലാസ്റ്റ് മാനാണ് സൈലൻറ്റ്. ഇവിടെ നിന്ന് പുഷ് ചെയ്യുന്ന. ഓക്കെ ഒന്നിത്താളടിച്ചിട്ടു. ഒന്നേശം 2 പേരുണ്ട് ഇഞ്ഞും. അവിടുന്ന് PHD പുഷ് ചെയ്ത് വരുന്നുണ്ട്. PHD വെയിറ്റ് ചെയ്തതിന് ഐ തിങ്ക് ഉപകാരം ഉണ്ടായി. KTD വൈപ്പായി. KTD വൈപ്പായിട്ടുണ്ടായനെ. ഇനി 4 ടീമാണുള്ളത്. PHD
ഒനി പിന്നെ CSK പിന്നെ ഒരു ടീം കൂടിയും കണ്ടല്ലോ. ഒരാൾ എവിടെ ഒറ്റക്കുണ്ട്. ആ ESB. പേച്ചിട്ട് അവിടെ നിന്ന് എല്ലാവരും കൂടി കയറി വരുന്നുണ്ട്. CSKക്ക് ഇവിടെ സോണിൻ്റെ അകത്ത് പൊസിഷൻ കിട്ടിയിട്ടുണ്ട്. ESB താളപ്പെട്ട് സോണും വന്ന് അവിടെ പേച്ചിട്ട് എല്ലാവരും കൂടി പുഷും ചെയ്ത് എടാ കത്തരുത്. ഇതന്നെ ഇന്നലെ ഉണ്ടായത്. എന്തൊരു അവസ്ഥ ഇത്. ഇതെങ്ങനെ എനിക്ക് ലാസ്റ്റ് സോണിൽ കറക്റ്റ് കത്തുന്നത്. ഓക്കെ, ആ മാച്ച് ജയിച്ചത് CSK ആണ് ജയിച്ചത്. ആ കളി ജയിച്ചത് കഴിഞ്ഞ കളിയിൽ. ഓക്കെ, അപ്പോൾ GG. ഗ്രൂപ്പ് B CSK ആണ് വിന്നേഴ്സ്.